സിനിമാ ഭ്രാന്തനിൽ നിന്ന് കൂടെ ഉള്ളത് ആഡിസ് ആണ്. ആഡിസ്, വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. നായകൻ മാത്രം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ അറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ എവിടെ ചെന്നാലും എന്നെ അറിയുന്നത് ആ നായകനില് ബിൻസിയുടെ കൂടെയുള്ള ചേട്ടനല്ലേ. ചിലർക്ക് നമുക്ക് തോന്നും നായകൻ കഴിഞ്ഞിട്ട് 5 വർഷമായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും എന്റെ മനസ്സിൽ മിനിമം 3 മാസം പ്രീ പോണം. അപ്പം 3 മാസം പ്രീ പോയിട്ട് ഒരു 2 മാസത്തിനുള്ളിൽ ഷൂട്ട് കഴിച്ചിട്ട് പിന്നെ ഒരു 2 മാസം പോസ്റ്റ് ചെയ്തിട്ട് ആണ് റിലീസ് ചെയ്യേണ്ടത്. ആസ് എൻ ആക്ടർ ഐ തിങ്ക് ടൈമാണ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻറ്റ്. ഏത് സമയത്താണ് ഇറങ്ങി വരുന്ന ആ ഒരു പരിപാടി. ഇപ്പോൾ ഞാൻ പൊട്ടി പാളിസായാലും ആൾക്കാർ കാണാൻ പോകുന്നത് ഇത്ര ദിവസത്തിൽ ഇവൻ സിനിമ ചെയ്തിട്ട് പൊട്ടി പാളിസായതാണ്. എന്നാലോ ഈ സിനിമ ജയിച്ചാല് ഇത്ര ദിവസത്തിനുള്ളിൽ ആർക്കും വേണമെങ്കിൽ പടം ചെയ്യാൻ പറ്റുന്നുള്ളൊരു സാധനം കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം ചെറുതാണെന്ന് വിചാരിച്ചാൽ ആ നടക്കാൻ പോകുന്ന സംഭവം ചെറുതായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം വലുതായാൽ പൊട്ടണെന്തെങ്കിലും ഭയങ്കര വലിയ രീതിയിലല്ലേ പൊട്ടാ. അപ്പൊ അതിനൊരു രസമില്ലേ ഇത്. ചേട്ടൻ്റെ സിനിമയിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുക. അതിന്റെ പകരം നമുക്ക് ആഗ്രഹം എന്താണ്? നമ്മുടെ എല്ലാ ആക്ടേഴ്സിന്റെ ആഗ്രഹം എന്താണ്? ലീഡ് റോൾ, നായക വേഷം. അത് ചോദിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായ. പിന്നെ ഇപ്പോ ആണ് നമുക്ക് മനസ്സിലാവണ ഒരു സിനിമയൊക്കെ പിടിക്കണമെങ്കിൽ ചെറിയ കാര്യമല്ല. സിനിമാ ഭ്രാന്തനിൽ നിന്ന് കൂടെ ഉള്ളത് ആഡിസ് ആണ്. ആഡിസ്, വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുന്നിൽ ഇനി എത്ര ദിവസം ഉള്ളത്? നമ്മുടെ കുറച്ച് ദിവസമുണ്ട്. ഇനി എന്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ 65 ദിവസം അല്ലേ? ഷൂട്ട് ചെയ്യുന്നത് ഇനി 65 ദിവസമാണ്. എഡിറ്റ് ചെയ്തിടുമ്പോ ഇനിയും 2-3 ദിവസം അങ്ങോട്ട് മാറുമായിരിക്കും. അപ്പം ഇപ്പോഴത്തെ ഒരു കറണ്ട് അപ്ഡേറ്റ് എന്താണ്? ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേറ്റ്, നമ്മൾ 2 ഡ്രാഫ്റ്റ് കഴിഞ്ഞു. ആ ഡ്രാഫ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ മറ്റേ പ്രീ തുടങ്ങണേക്കാളും മുമ്പുള്ള ഡ്രാഫ്റ്റ്. ഇനി കാസ്റ്റിംഗ് ഞാനിപ്പോൾ മൊത്തത്തിൽ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം കുറച്ച് അറിയാവുന്ന ആൾക്കാരിൻ്റെ ഞാൻ മുമ്പ് എനിക്ക് അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സെറ്റാക്കി വന്നപ്പോൾ ആ ആൾക്കാർക്ക് ഡേറ്റ്സ് ഇല്ല. അപ്പോൾ അവരുടെ ഡേറ്റ്സ് അനുസരിച്ചിട്ടും ഞാൻ ടെക്നീഷ്യന്മാരുടെ ഡേറ്റ്സ് മൊത്തം ഒന്ന് ഒരുമിച്ച് വെക്കണമെങ്കിൽ അത് കുറച്ച് പാടാണ്. അപ്പം അങ്ങനെ എങ്ങനെയെങ്കിലും ആ ഒരു ഡേറ്റ് കിട്ടൽ പരിപാടിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പൊ 265 ദിവസത്തിൽ 276 ആ ദിവസം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഇത്രയും ഒരു 200ഓളം ദിവസം എത്തിയിരിക്കുകയാണ്. ഈ ഒരു 200 ഡേയ്സ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കോണ്ടാക്ട്സും സിനിമാ ബന്ധങ്ങളുണ്ടല്ലോ, ഒരുപാട് പേരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നു. ഇപ്പം സ്ക്രിപ്റ്റിൻ്റെ അറിയാതിരുന്ന പല കാര്യങ്ങളും ഇപ്പം പ്രൊഡ്യൂസേഴ്സിൻ്റെ തന്നെ ആദ്യം ടീഷർട്ട് സെല് ചെയ്ത് അങ്ങനെ പ്രൊഡ്യൂസേഴ്സിനെ ഒപ്പിച്ചു. പിന്നീടാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരുപാട് പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റി. കോണ്ടാക്ട്സ് കൂടുതൽ കിട്ടി. ഈ 200 ഡേയ്സിൽ കിട്ടിയിട്ടുള്ള കോണ്ടാക്ട്സ് ശരിക്കും ആഡിസിൻ്റെ ഈ ഒരു പ്രോജക്റ്റിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. തുടക്കത്തിൽ തന്നെ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ ആരുള്ള എൻ്റെ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ നായകനത്തെ ആൾക്കാരും പിന്നെ നമ്മുടെ സ്വന്തം ലാൽ ജോസ് സാറ് മാത്രമുള്ളൂ. അപ്പൊ എനിക്ക് സുഖമായിട്ട് ലാൽ ജോസ് സാറിനോട് ഒക്കെ പറയാം, സാർ എൻ്റെ പടം. പക്ഷെ അവിടെ നിന്ന് വേറെ ആൾക്കാരെ കൊണ്ടുവരല് അത് കുറച്ച് ടാസ്ക്കാണ്. അത് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ സ്ക്രിപ്റ്റ് ബോധിക്കണം. സോ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 0 ആണ്. ഇപ്പോഴും മീറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് കഥ കേട്ടിട്ട് ഇംപ്രസ് ആയിട്ട് വരുന്ന ആൾക്കാർ മാത്രമാണ് ആ ഒരു കോണ്ടാക്റ്റിൽ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് വലിയ പേരുകൾ വരാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊഡക്ഷൻ കൺട്രോളർ ഒരു അടിപൊളി ആളായതുകൊണ്ടും ആള് പറഞ്ഞു ആഡിസിന്റെ പരിപാടിക്ക് ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സമാധാനമായി. ആള് നല്ല വലിയ പടങ്ങൾ ചെയ്ത ആളാണ്. അപ്പോൾ ആൾക്ക് ഇങ്ങനെ തോന്നി, ഞാൻ കഥ പറഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും സിനിമ വർക്കായിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇത് എടുക്കണ പോലെ ഇരിക്കും. പറഞ്ഞാൽ ആ ഒരു ഐഡിയ പോലെ അത് പൊളിയാണ്. ഇനി ഹൗ യു ബ്രിങ് ഇറ്റ് ഓൺ ടു ദ സ്ക്രീൻ ഇസ് ദ മാജിക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ കോണ്ടാക്ട്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. പക്ഷേ പ്രൊഡക്ഷൻ കൺട്രോളർ ത്രൂ കോണ്ടാക്ട്സ് ഉണ്ടാക്കുന്നത് ഇതുവരെയായിട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇപ്പോഴും ഞാൻ പറയാണ്,
എനിക്ക് മുമ്പേ അറിയുന്ന കോണ്ടാക്ട്സ് മാത്രമാണ് ഇപ്പോഴത്തെ കോണ്ടാക്ട്സ്. അതല്ലാണ്ടുള്ളൊരു കോണ്ടാക്ട്സ് ഒന്നും എനിക്കൊന്നും അത്ര ഉണ്ടായിട്ടില്ല. പിന്നെ കുറെ പിള്ളേരെ കാസ്റ്റിംഗ് കോളിൽ ആ ഒരു കോണ്ടാക്ട്സ്, പിള്ളേരെ സെറ്റ് മൊത്തം പുതിയ കുറെ ടാലന്റ്സിനെ മീറ്റ് പിന്നെ അതൊക്കെ ഭയങ്കര പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്തു. പിന്നെ ഇപ്പോ ആണ് നമുക്ക് മനസ്സിലാവണ ഒരു സിനിമയൊക്കെ പിടിക്കണമെങ്കിൽ ചെറിയ കാര്യമല്ല. അപ്പോ തുടക്കത്തില് ഇറ്റ് വാസ് ലൈക്ക് അവൻ എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞെങ്കിൽ അവൻ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളൊരു പരിപാടി. ഇപ്പൊ അവരും ഇൻവെസ്റ്റഡ് ആണ്. അവരും ഇങ്ങനെ ആള് വെച്ചാൽ പൊളിക്കും, നന്നായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ എല്ലാ ഫ്രൈഡേ സിനിമയ്ക്ക് പോയി. അപ്പൊ സിനിമയ്ക്ക് കണ്ടിട്ട് ഈ സിനിമ നാട്ടില് വർക്കായില്ല. അപ്പൊ ആഡിസും മനസ്സിലാക്കേണ്ട ഒരു സംഭവം. അപ്പൊ അങ്ങനെ വീട്ടിലത്തെ ആൾക്കാരും കൂടി സിനിമ സംസാരിച്ചു തുടങ്ങി. അതൊരു ഭയങ്കര ഒരു സംഭവമാണ്. കാരണം എൻ്റെ വീട്ടുകാര് ഭയങ്കരമായിട്ട് പടം കണ്ടിട്ട് സംസാരിക്കലോ ആ പരിപാടിയൊന്നുമില്ല. ചിരിക്കും. പിന്നെ എൻ്റെ അപ്പനും ഭയങ്കര ഈ വെട്ടും കുത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ആൾക്ക് ചെറുതായിട്ടൊരു ഡാർക്ക് മതി. അപ്പൊ ആള് അത് ഭയങ്കര എനിക്ക് ഇതുപോലെ ആയി. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പാപ്പയ്ക്ക് വെട്ടുകുത്തെന്ന് പറഞ്ഞാൽ ആ വെട്ടുകുത്തിലേക്കും പോകേണ്ട ആവശ്യമില്ല. ദൃശ്യം പോലത്തെ ഒരു പടം കണ്ടു കഴിഞ്ഞാലും എൻ്റെ അപ്പം പറയുന്ന ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. മനസ്സിലായ ആ ഒരു ലൈനിൽ നിന്ന് ഇപ്പോ എല്ലാ സിനിമയും കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് ഓരോരോ ന്യൂവാൻസുകളും ഓരോരോ ഡീറ്റെയിലും കാര്യങ്ങളും ഐ തിങ്ക് അത് ഭയങ്കര ഒരു എവല്യൂഷനാണ്. അത് എനിക്ക് തോന്നുന്നത് ഈ 200 ദിവസം ഉള്ള മോന്റെ റീലും കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരും അപ്ഡേറ്റ് ആവാൻ നോക്കുന്നു. ഈ ഒരു ജേർണി ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങി. ഇതൊരു സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ അടിച്ചിട്ട് നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം. നായകനിലൂടെ വന്നപ്പോൾ അത് മാത്രം അറിയുള്ളൂ. ഇത്ര വർഷമായിട്ട് അല്ലല്ല, ഞാൻ സത്യം പറയട്ടെ, നായകൻ മാത്രം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ അറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ എവിടെ ചെന്നാലും എന്നെ അറിയുന്നത് ആ നായകനില് ബിൻസിയുടെ കൂടെയുള്ള ചേട്ടനല്ലേ. ചിലയിടത്ത് നമുക്ക് തോന്നും നായകൻ കഴിഞ്ഞിട്ട് 5 വർഷമായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ബട്ട് ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ് അല്ലേ. ഇപ്പൊ എന്തെങ്കിലും അത്ര ട്രെൻഡിങ് ആവണം. പക്ഷെ അതും ഒരു വളരെ നല്ലൊരു കാര്യമല്ലേ. അതായത് ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോഴും ആ ഒരു ഫേസ് ഓർത്തിരിക്കുന്നു. അന്നത്തെ ആ ഒരു പെർഫോമൻസ് കൊണ്ടാണല്ലോ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. അതെ അതെ അതെ, ആ ഒരു ഫേസിൽ നോക്കുമ്പോഴും നല്ല കാര്യമാണല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, അതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ കുറെ കഴിഞ്ഞിട്ടും നിങ്ങൾ ബിഗ് ബോസിലത്തെ ആ ആർട്ടിസ്റ്റ് പൊളി, ആ ആള് മനസ്സിലായോ. അപ്പൊ അത് ഒരു സമയം വരെ ഉള്ളൂ. അത് കഴിഞ്ഞ അത് ഒരു പരിപാടിയായിട്ട് അത് കഴിയും. പിന്നെ യു ഡോണ്ട് വാണ്ട് ടു ബി റിമെമ്പേർഡ് വിത്ത് ദാറ്റ്. യു ഡോണ്ട് വാണ്ട് ടു ബി റിമെമ്പേർഡ് ബൈ നായകൻ. യു വാണ്ട് ടു ഡു സംതിങ് ബിഗർ, ബെറ്റർ. അങ്ങനത്തെ ഒരു അതാണ് ഞാനിപ്പോ ആ ഒരു സ്ഥിതിയിലാണ്. എനിക്കിപ്പോ നായകൻ്റെക്കാളും നല്ലൊരു പരിപാടി ചെയ്യണം, ആ ഒരു വാശിയിലാണ്. സോ ശരി, അത് ഹാപ്പിനെസ് ഒക്കെയാണ്. അത് എൻ്റെ പപ്പയും മമ്മിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അത് പറഞ്ഞു. അപ്പൊ ആരെങ്കിലും വന്നിട്ട് പറഞ്ഞു ഡിസൈൻ ഫോട്ടോ അപ്പൊ അതൊക്കെ പണ്ട് അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പൊ അത് പറയുമ്പോൾ ഞാനൊന്നും ഇതുവരെയായിട്ട് ഒന്നും ഞാൻ സത്യം പറയുന്നതാണ്, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതിന്റെ ഒരു റിമൈൻഡർ ആയിട്ടാണ് എനിക്കിപ്പോ നായകന് വേണ്ടിയിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തോന്നാം. അതിന്റെ ഒരു വാശിയും കൂടെ, ആ ഒരു വാശിയും കൂടിയും എല്ലാതും കൂടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ആരെ കണ്ടാലും ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഡയറക്ടറിനെ കാണണമെങ്കിൽ സാറിന്റെ അടുത്ത പടം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയാം നമ്മൾ ചോദിക്കുന്നത് റോളാണെന്ന്. മനസ്സിലായി. അവരടുത്ത ചാൻസിന് വേണ്ടിയിട്ട്. ഇതിപ്പോ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാനും റീൽസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീൽസിന്റെ അടിയിൽ ഒരു ചാൻസ് തരും ചേട്ടാ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ചാൻസ് വയ്ക്കുന്നുണ്ട്. ഞാനിപ്പോ ഏത് ഡയറക്ടറിനെ മീറ്റ് ചെയ്താലും സാറിന്റെ വലിയ ഫാനാണ്. ഫസ്റ്റ് സെന്റൻസ്, സെക്കൻഡ് സെന്റൻസ് പോകുന്നത് സാറിന്റെ അടുത്ത പടം എന്താണ്, അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു കണ്ട് ചോദിക്കൽ പരിപാടി നിർത്തി
സ്വന്തമായിട്ടൊരു പരിപാടി ചെയ്യണം. ഈ 5 വർഷം അങ്ങനെ ചാൻസ് ചോദിക്കുന്നുണ്ടായിരുന്നോ? പിന്നെ ഞാൻ ചോദിക്കാത്ത ഡയറക്ടേഴ്സ് ഇല്ല? അല്ലല്ല, എനിക്കിപ്പോ ഞാൻ പരിചയം ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ചോദിക്കും. ഞാൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനിപ്പോ ബേസിക്കലി എല്ലാ ആക്ടേഴ്സും ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പടം റിലീസായിട്ട് നിങ്ങൾക്ക് ആ പടം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ആൾക്ക് DM ചെയ്യുക, ചേട്ടാ ഞാൻ പടം കണ്ടു, ചേട്ടൻ പടം അടിപൊളിയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആ ഒരു ആക്സസ് എങ്കിലും ഓപ്പൺ ആവും. അപ്പൊ അവര് താങ്ക് യു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ചാറ്റ് ഉണ്ട്. പിന്നെ ആ ചാറ്റ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ, ചേട്ടാ അടുത്ത പടം എന്താണെന്നൊക്കെ ചോദിക്കണമെങ്കിൽ ചിലപ്പോൾ അതൊരു ഓപ്പണിംഗ് ആയിരിക്കും. അതിപ്പോ ബേസിക്കലി ഞാനും ചെയ്യുന്ന പരിപാടിയാണ്. ഞാനിപ്പോ ഏതെങ്കിലും ഡയറക്ടറിന്റെ ഏതെങ്കിലും പടം വന്നിട്ട് വർക്കായിട്ടുണ്ടെങ്കിൽ എനിക്ക്, അപ്പൊ ഞാൻ പറയും, ആൾക്ക് മെസ്സേജ് ചെയ്യും. അത് ആ ഒരു രീതിയിൽ ചാൻസുകൾ ചോദിക്കും. അതല്ലാണ്ട് പിന്നെ എവിടെ വെച്ചിട്ട് കണ്ടാലും ചാൻസ് ചോദിക്കും. ആ പരിപാടി ആയിരുന്നു ഇത്ര വർഷം. അതെന്താ വെച്ചെങ്കിൽ നായകൻ കഴിഞ്ഞിട്ട് എൻ്റെ സിനിമ തുടങ്ങാൻ വേണ്ടിയിട്ട് 5 വർഷം എടുത്തു. ആ 5 വർഷത്തിൽ വെള്ളപ്പൊക്കം, കൊറോണ, ഒരുപാട് സാർ ആ നായകൻ കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ആ പടം ചെയ്യണമായിരുന്നു. അപ്പൊ ആ ഒരു വേവില് നമുക്ക് അടുത്ത പടങ്ങൾക്ക് ഇതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കഷ്ടകാലത്തിന് 5 വർഷം എടുത്തു. ആ സ്പേസിൽ വിൻസി പടങ്ങള് വേറെ ലെവല് ചെയ്തു നമ്മൾ അവിടെ അങ്ങനെ. അത് ഇറ്റ്സ് നോട്ട് എ സാഡ് തിങ് ഓർ എനിത്തിങ്, ബട്ട് വി ലോസ്റ്റ് ടൈം. ആസ് എൻ ആക്ടർ ഐ തിങ്ക് ടൈമാണ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻറ്റ്. ഏത് സമയത്താണ് ഇറങ്ങി വരുന്ന ആ ഒരു പരിപാടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഏത് ഡയറക്ടറിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാൻ ആയാലും ഞാൻ ചോദിക്കുന്നത്, ചേട്ടൻ്റെ സിനിമയിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുക. അതിന്റെ പകരം നമുക്ക് ആഗ്രഹം എന്താണ്, നമ്മുടെ എല്ലാ ആക്ടേഴ്സിന്റെ ആഗ്രഹം എന്താണ്? ലീഡ് റോൾ, നായക വേഷം. അത് ചോദിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായ. അപ്പൊ എനിക്ക് പോയിട്ട് ഖാലിദ് റഹ്മാനോടോ, എനിക്ക് പോയിട്ട് വേറെ വലിയ ഡയറക്ടേഴ്സിനോടോ, ഗിരീഷ് ഷെഡിയോടോ പോയിട്ട് ചോദിക്കാൻ പറ്റില്ല ചേട്ടൻ്റെ സിനിമയിൽ ഹീറോ റോൾ. എനിക്ക് ആകെ ചോദിക്കാൻ പറ്റുന്നത് ഈ കണ്ണാടിയുടെ മുമ്പിൽ നിന്റെ കയ്യില് വല്ല പരിപാടി ഉണ്ടെങ്കിൽ എന്നെ നായകൻ വെച്ചോളോ. അപ്പൊ ആ ഒരു ആത്മവിശ്വാസവും ആ കോൺഫിഡൻസിലാണ് ഈ സിനിമ ചെയ്തോണത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ എത്ര ചെറിയ റോള് ചെയ്തിട്ട് ഞാൻ വലുതാവാണെങ്കിൽ അത് കുറെ സമയം എടുക്കും. ഇപ്പോ എനിക്കൊരു ലോഞ്ച് തരാൻ പറ്റുന്ന ഒരാള് ഞാൻ തന്നെയാണ്. മനസ്സിലായി. വേറെ ആരും വേണ്ട, നമുക്ക് നമ്മള് മതി എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു അടിച്ചിട്ട് ഒരു ബ്രേക്ക് വന്നു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സിനിമയ്ക്ക് വേണ്ടി 5 വർഷം തന്നെ ട്രൈ ചെയ്തു. ആൻഡ് ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും ഫിലിം മേക്കേഴ്സിനാണെങ്കിലും പലരും റീൽസ് ഡയറക്റ്റ് ചെയ്ത് തന്നെ അവരുടെ ലൈക്ക് നമ്മുടെ കഴിവൊക്കെ പ്രൂവ് ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഫസ്റ്റ് സിനിമ അല്ലെങ്കിൽ മലയാളത്തിലെ ഇങ്ങനത്തെ ഒരു സിനിമ വരുന്നു, ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തതിന്റെ റീസൺ എന്തായിരുന്നു? അത് ബേസിക്കലി എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പൊട്ടി പാളിസായാലും ആൾക്കാർ കാണാൻ പോകുന്നത് ഇത്ര ദിവസത്തിൽ ഇവൻ സിനിമ ചെയ്തിട്ട് പൊട്ടി പാളിസായതാ. എന്നാലോ ഈ സിനിമ ജയിച്ചാല് ഇത്ര ദിവസത്തിനുള്ളിൽ ആർക്കും വേണമെങ്കിൽ പടം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം കാണിച്ചു കൊടുക്കാൻ പറ്റും. അതൊരു ബേസിക്കലി ഒരു റെഫറൻസ് ഡോക്യുമെന്ററി പോലെ. എനിക്കൊന്നും പ്രൊഡ്യൂസർ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. എല്ലാതും വാട്ട് എവർ ഐ ഗോട്ട് ഇറ്റ് ഓൺ ത്രൂ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഐ എം ജസ്റ്റ് സേയിങ് ഇൻസ്റ്റാഗ്രാമിന്റെ പവർ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ എങ്ങാനും സക്സസ്ഫുൾ ആയി. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് ഏറ്റവും വലിയ ക്രെഡിറ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിനാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ അത് ഐ തിങ്ക് ദർ ഇസ് നോ അതർ വേ, ബിക്കോസ് ത്രൂ ഇൻസ്റ്റാഗ്രാം തന്നെ ഈ എല്ലാതും സെറ്റായത്. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം ചെറുതാണെന്ന് വിചാരിച്ചാൽ ആ നടക്കാൻ പോകുന്ന സംഭവം ചെറുതായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം വലുതായാൽ പൊട്ടണെന്തെങ്കിലും ഭയങ്കര വലിയ രീതിയിലല്ലേ പൊട്ട. അപ്പൊ അതിനൊരു രസമില്ലേ ഏത്, മനസ്സിലായ? അപ്പൊ അത് വിജയിച്ചാൽ വേറെ ലെവൽ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പൊട്ടാണെങ്കിൽ ആ ലെവലിൽ പൊട്ടും. പറഞ്ഞാൽ എല്ലാവരും സംസാരിക്കുന്ന രീതിയിൽ പൊട്ടും. പിന്നെ ആ ലെവലിൽ വെച്ചിട്ട് പൊട്ടിയ ലെവലിൽ വെച്ചിട്ട് നമുക്ക് വേറെ കാര്യങ്ങൾ നമുക്ക് നടത്താം.
ആ ഒരു പ്ലാനിലാണ് ഇപ്പൊ. ആ ഒരു പ്ലാനിലാണ് ഞാനിപ്പോ പോകുന്നത്. പിന്നെ വിശ്വാസം വന്നു തുടങ്ങി എനിക്ക്, എന്റെ സ്ക്രിപ്റ്റിൽ തന്നെ വിശ്വാസം വന്നു തുടങ്ങി. പിന്നെ ഞാൻ പറയട്ടെ, ഈ സിനിമ എന്ന് പറഞ്ഞ സംഭവം ഒറ്റ ആള് വന്നിട്ട് ചെയ്ത് പഠിച്ചിട്ട് പരീക്ഷ എഴുതുന്ന പോലെ അല്ല. ഇതിന് എൻ്റെ കൂടെ കുറെ ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട്. ഇനി കുറെ ആൾക്കാർ എന്നെ ഡയറക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, കുറെ ആൾക്കാർ സിനിമാറ്റോഗ്രാഫിക്ക് ഹെൽപ്പ് ചെയ്യും, കുറെ ആൾ പാട്ടിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. അപ്പൊ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു 200 ട്യൂഷൻ ടീച്ചർമാരാണ് എന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്. അപ്പൊ അത് ഇറ്റ്സ് നെവർ ലൈക്ക് ഇറ്റ്സ് നോട്ട് മീ അലോൺ. ഐ വിൽ ഹാവ് എ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പോൾ ഈ ട്യൂഷൻ ടീച്ചർമാരെന്ന് പറയുമ്പോൾ ഐ എം ഓൾസോ കൺസിഡറിങ് ദ കോ ആക്ടേഴ്സ്. ഇപ്പോൾ വരുന്ന ഇതിലിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ആക്ടേഴ്സ് പോലും എൻ്റെ ട്യൂഷൻ ടീച്ചറായിട്ടാണ് വരിക. എന്താ വെച്ചാൽ ദേ ആർ സപ്പോർട്ടിങ് മൈ ഒരു ഗോളിന് വേണ്ടിയിട്ടാണ് അവർ സപ്പോർട്ട് ചെയ്യണത്. പിന്നെ ഇപ്പോൾ എനിക്കിപ്പോൾ ഈ സിനിമ നിർത്തി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു ദിവസം ശരി ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമ കഴിഞ്ഞു, ഈ സിനിമ പിന്നെ നടക്കില്ല. ഇതിനെ സപ്പോർട്ട് ചെയ്യുക, ഇതിനുള്ള കോൺഫിഡൻസ് നമ്മളെല്ലാവർക്കും കൊടുക്കണം. എല്ലാവരും നോക്കല്ലേ ബ്രോ, നമ്മളല്ല ഓണല്ല, നമ്മളാണല്ലേ, മനസ്സിലായോ? അത് എല്ലാവർക്കും കൊടുക്കണം, ഈക്വലി കൊടുക്കണം. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി കളക്റ്റീവ് എഫേർട്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത്, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡ് പഠിക്കേണ്ടതാണ്. ഞാൻ ബേബി സ്റ്റെപ്പ്. എനിക്ക് ഇതൊക്കെ ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് ഭയങ്കരമായിട്ട് തെറ്റിച്ചിട്ട് പാളിയിട്ട് 2 ദിവസം സാഡായിട്ട് 3-ാമത്തെ ദിവസം ഒരു ഷേക്ക് കുടിച്ചിട്ട് ആയിട്ട് ചെയ്യണ പരിപാടിയാണ്. അപ്പൊ എനിക്ക് ഇപ്പൊ വരെ ഞാൻ കുറെ പാളിയിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ പാളിയിട്ട്. അപ്പോഴും നമ്മളിങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ആ കുഴപ്പമില്ല എന്ന് പറയുന്നതിൽ നമുക്കൊരു പുഷ് വേണ്ട, ആ ഒരു മോട്ടീവ് വേണ്ട. അവിടെ നിന്ന് എനിക്ക് ഇനിയും കയറണം എന്ന് പറയുന്ന ഒരു മോട്ടീവ് എന്താണ് അടിച്ചത്? ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമകൾ കാണും, OTT സിനിമകൾ കാണും, തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണും. സിനിമ പോയിട്ട് കാണുകയാണെങ്കിൽ പിന്നെ ഒരാൾക്കാരുടെ ഒരു സഡൻ ചേഞ്ച്. പറഞ്ഞ പുഷ്പ ഈ ഫ്രൈഡേ റിലീസ് ചെയ്യാം, പുഷ്പ മൺഡേ ആവുമ്പോഴത്തേക്കും എല്ലാരും മറ്റേത് മനസ്സിലായോ? അപ്പൊ അതുപോലെ തന്നെ ഏത് പടം അങ്ങനെ തന്നെയാണ്. അതൊരു ഫ്രൈഡേ പ്രേമലു റിലീസായി, ഒരു 2 ഫ്രൈഡേസിന്റെ ഉള്ളില് പ്രേമലു ഇസ് ദ ടോക്ക് ഓഫ് ദ ടൗൺ ഇൻ ഹൈദരാബാദ്. മനസ്സിലായ? നസ്ലൻ മമിത ആർ ദ ടോക്ക് ഓഫ് ദ ടൗൺ ഓഫ് ഹൈദരാബാദ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ആ ഒരു ഫ്രൈഡേക്ക് വേണ്ടിയിട്ട് എന്തായാലും കുഴപ്പമില്ല, പൊട്ടിപ്പളിച്ചാലും കുഴപ്പമില്ല, ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു സാധനം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മോട്ടിവേഷൻ നമ്മുടെ അപ്പനമ്മക്കില്ലേ, ആ ഒരു മോട്ടിവേഷൻ ഉണ്ട്. പിന്നെ അനിയനുണ്ട്. പിന്നെ ഇപ്പോ മോട്ടിവേഷൻ ഇവര് മാത്രല്ല, ഇൻസ്റ്റാഗ്രാമിന്റെ അടിയില് ഇന്നത്തെ റീല് വന്നില്ലല്ലോ ചേട്ടാ, എന്താണ് ഇന്നത്തെ അപ്ഡേറ്റ്? അപ്പൊ പറയാ ശരി എന്നാ. ഐ മീൻ ഇപ്പൊ സപ്പോർട്ടിന് ആൾക്കാരുണ്ട്. ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഐ ഫീഡ് ഓഫ് ഓൺ ദിസ് എനർജി. ഇവരെല്ലാരും എനർജി ഇല്ലെങ്കിൽ ഓക്കെ, ഞാനൊക്കെ എപ്പോഴേ ക്വിറ്റ് ചെയ്ത് പോകേണ്ട ആളാണ്. എന്താ വെച്ചാൽ ഇപ്പൊ കുറെ വലിയ സംഭവങ്ങള് റോങ് ആയിട്ടുണ്ട് എനിക്ക്. പക്ഷെ ഞാൻ ഒരിക്കലും ഒറ്റ റീലിലും വന്നിട്ട് ഇങ്ങനെ ഭയങ്കര സാഡായിട്ട് കരച്ചിലോ അതൊക്കെ പറഞ്ഞ സാഡോ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ഒരെണ്ണത്തിൽ സാഡ് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ പടം പ്ലാൻ ചെയ്യണ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതില് അമ്മാമ്മേരെ റോള് ഞാൻ എൻ്റെ അമ്മാമ്മയ്ക്ക് കൊടുക്കുന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ആള് മരിച്ചു. അപ്പൊ ആ ആള് മരിച്ചിട്ട് പിന്നെ ഞാൻ ആ ഒരു കാസ്റ്റിംഗിന്റെ സമയത്ത് അതിനെ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ഞാൻ ഉഷാദ് തുപ്പിനെ കണ്ടപ്പോ എൻ്റെ അമ്മാമ്മരെ പോലെ തന്നെ പിന്നെ ആ ഒരു ഞാനും എൻ്റെ അമ്മാമ്മ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പൊ ആൾക്ക് ഇങ്ങനെ എൻ്റെ പരിപാടികൾ, സിനിമകളും പരിപാടികളും ഭയങ്കര. അപ്പൊ ആ ഒരു അവിടെ മാത്രമേ ഞാൻ ഒന്ന് കുറച്ച് പൊട്ടി. പിന്നെ ഞാനിതിപ്പോ ഇത് ടേക്കൊന്നല്ല, ഇതൊക്കെ ഞാൻ ഉള്ളതുപോലെ ഇന്നത്തെ ദിവസം ഇന്ന് ഉണ്ടായതാണ്. അല്ല ഞാനൊരു 12-15 ടേക്കൊന്നും പോവാറില്ല ആ സമയത്തൊന്നും വേറെ ആൾക്കാർ എഡിറ്റിന് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു
ഒരു 76 റീൽസ് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ടീം വന്നിട്ട് പറഞ്ഞ ആഡിസിന്റെ ജേർണി ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ആഡിസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം, ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി, ആഡിസിന്റെ ഞങ്ങൾ എഡിറ്റ് ചെയ്യും. പക്ഷെ ഈ 76 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു അന്ന് ക്യാമറയും തന്നെയായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഫോണിന്റെ ക്യാമറ വേറെ ഒന്നുമില്ല അവിടെ, വേറെ ഒറ്റ ആളില്ലാത്ത കാരണമാണ് ഭയങ്കര ധൈര്യം. പക്ഷെ അതെന്താണെന്നറിയോ, നമ്മൾ ഇത്ര ദിവസം ചെയ്തോടുകൂടി ഇപ്പൊ നമുക്ക് ക്യാമറയോട് ഒരു പേടിയില്ല, നിന്നോടൊരു പേടിയില്ല. പക്ഷെ അതാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയത്. ഇപ്പോ ഇൻഫ്ലുവൻസേഴ്സ് ദേ ആർ കമ്മിങ് അപ്പ്, എല്ലാവരും ഈ കോമഡി ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ കയറി വരുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പണ്ടൊക്കെ ഭയങ്കര ഷൈ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത്ര ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അഭിനയിക്കുമ്പോ അപ്പൊ അവർക്ക് അത് ഭയങ്കര ഈസിയാണ് ഇപ്പൊ. അല്ലേ? ഉറപ്പായിട്ടും. സ്റ്റാർട്ടിങ്ങില് ഈ പ്രൊഡ്യൂസേഴ്സ് കൾട്ട് എന്നുള്ള ഈ ഒരു ബ്രാൻഡിന്റെ പ്ലാൻ ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതിന്റെ ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാന് ഇങ്ങനെ റീൽസ് ഇട്ട് തുടങ്ങിയപ്പോ എന്നോട് ഒരു ബ്രാൻഡ് എന്നെ വിളിച്ചു, പറഞ്ഞു ഞങ്ങൾ ആഡിസിന് ഡ്രസ്സ് തരാം, ആഡിസ് ആ ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോസ് എടുത്താൽ വേണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് എന്താണ്? അപ്പൊ ചേട്ടൻ പറഞ്ഞു ഒന്നുമില്ല, ഷർട്ട് ഫ്രീ ആയിട്ട് പറഞ്ഞു. അവർക്ക് പ്രൊമോഷൻ. അപ്പൊ ഞാൻ അപ്പൊ എന്റെ തലയില് മറ്റേ എക്കണോമിക്സും ബിസിനസ് ഒക്കെ അടിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ പറയാട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ ഒരു ഗ്യാപ്പിൽ വേറൊരു ടീം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആഡിസിന്റെ മറ്റേ ക്ലോത്ത്സ് ഒക്കെ ആരാ നോക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചേട്ടാ കാര്യം? അല്ല ഞങ്ങളുടെ ഒരു ബ്രാൻഡ് ഉണ്ട്, ഞങ്ങളുടെ ഡ്രസ്സ് ഇട്ടിട്ട് വേണമെങ്കിൽ. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് ആൾക്കാരോട് പറഞ്ഞു ദേ ഇങ്ങനെ ഒരു ബ്രാൻഡ് എന്നെ വിളിച്ചിട്ടുണ്ട്, അവര് എന്നോട് ഇത്ര കാശ് പറഞ്ഞിട്ടുണ്ട്. കാശ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാശൊന്നുമില്ല. അവർ പറഞ്ഞു ഒരു 600 രൂപ തരാം എല്ലാ പ്രാവശ്യം ടീഷർട്ട് ഇടുന്നേ. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു ചേട്ടാ അവര് 600 എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു 1000 ഞങ്ങൾ സെറ്റാക്കുന്നു. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് അവർ 1000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞു ശരി ഞങ്ങളൊരു 2500 രൂപയ്ക്ക് സെറ്റാക്കാം. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇവിടെ 2500. ഏത് മറ്റേ പരിപാടി നമ്മൾ മാക്സിമം എത്ര കിട്ടാ പരിപാടി നമ്മൾ ചെയ്യാ. അവസാനം അവര് പറഞ്ഞു പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു 3000 രൂപ എന്ന് പറഞ്ഞു. 3000 രൂപ എന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു അവരെന്താണ് പറയണതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ പോവാന്ന് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും നമുക്ക് ലോക്ക് ചെയ്യാം, ഇത്ര അധികം സംസാരിച്ചത്. ഇവിടെ വന്ന് ചോദിച്ചു ചേട്ടാ സോ എന്താണ് നിങ്ങളുടെ കൗണ്ടർ ഓഫർ പറയാം. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, റിപ്ലൈ ഇല്ല. മറ്റേ സൈഡിൽ വന്നിട്ട് ചേട്ടാ അവരില്ല എന്നാ തോന്നുന്നത്. ഓ പിന്നെ അവരവിടെ നിന്നും സൈലൻസ്, രണ്ടും പോയി. അവർ ചട്ടിയും എല്ലാം പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു സ്വന്തമായിട്ടൊരു പരിപാടി ചെയ്യാം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു നമുക്കൊരു പറഞ്ഞ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിഷൻ എന്തായാലും നമ്മൾ വെക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നോക്കാം. പിന്നെ എൻ്റെ തലയിൽ ആദ്യം ഓടിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസേഴ്സ് കൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വെക്കാം. ഇവരെല്ലാവരും പേര് തിയേറ്ററിൽ സിനിമ കഴിയുമ്പോൾ വരാമെന്ന് വെക്കാം. അതൊക്കെ ആയിരുന്നു പ്ലാൻ. പിന്നെ സ്ലോലി ഇതിൻ്റെ കാര്യങ്ങളും ഒക്കെ എടുത്തപ്പോൾ അവർ പറഞ്ഞു എൻ്റെ വേറെ ആ സമയത്ത് ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ആരോട് ചോദിച്ചിട്ടാണ് ഇവരുടെ പേര് സിനിമയിൽ അവസാനം വെക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഡേറ്റിന്റെ ഇഷ്യൂ പിന്നെ അങ്ങനെ കുറെ സംഭവങ്ങൾ വന്നു. ഡേറ്റിന്റെ ഇഷ്യൂ, പിന്നെ പ്രൊഡ്യൂസറിന്റെ ഇഷ്യൂ ഇതോ ഒരു ഇഷ്യൂ ആയിരുന്നു. ഇതല്ലാണ്ട് ഡേറ്റിന്റെ ഇഷ്യൂ എല്ലാ ദിവസം പറയണ്ടല്ലോ February 14th റിലീസ് ചെയ്യാം. എന്നോട് ചോദിക്കേണ്ടത് ആരാന്ന് ചോദിച്ചോ. പറഞ്ഞു ഇല്ല, ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ സിനിമ ഒരു റൊമാൻറ്റിക് കോമഡി ആയതുകൊണ്ട് അന്നത്തെ ദിവസം റിലീസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അതൊരു ഗോൾ പോലെയൊക്കെ എന്നാ താൻ തന്നെ ഗോൾ അടിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് പോയപ്പോ ഭയങ്കര ഒരു പീരീഡ് ആയിരുന്നു. എന്റെ ഇപ്പോഴത്തെ റീൽസിലെല്ലാത്തിലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. ഞാനിപ്പോ ഇന്നത്തെ
റീലിൽ വരെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ഒന്നും നടക്കണില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നടക്കുകയാണെങ്കിൽ നടക്കണ്ടെന്ന് പറയാം. ഇതിപ്പോ ദിസ് ഈസ് ഗോയിങ് ബാക്ക് ആൻഡ് ഫോർത്ത്. ഇതിപ്പോ വേറെ ആർക്കും ഇതിന്റെ സ്ട്രെസ് എടുക്കാനില്ല, ഞാൻ മാത്രം തന്നെ ഇതിന്റെ സ്ട്രെസ് എന്താവോ എന്തോ എന്നുള്ളൊരു സംഭവം. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് സോ നൗ ബിക്കോസ് എൻ്റെ മനസ്സിൽ മിനിമം 3 മാസം പ്രീ പോണം ടു ഷൂട്ട്. അപ്പം 3 മാസം പ്രീ പോയിട്ട് ഒരു 2 മാസത്തിനുള്ളിൽ ഷൂട്ട് കഴിച്ചിട്ട് പിന്നെ ഒരു 2 മാസം പോസ്റ്റ് ചെയ്തിട്ട് ആണ് റിലീസ് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പൊ എന്നിട്ട് ഫെബ്രുവരി എന്ത് നടക്കുന്ന പറയണ, ഫെബ്രുവരി നടക്കില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഫെബ്രുവരി എന്തെങ്കിലും റിലീസ് ചെയ്യണം, അങ്ങനെ ഒരു പ്ലാൻ. എങ്ങനെ ഒരു സോങ് എങ്കിലും റിലീസ് ചെയ്യണം എന്നുള്ള സോങ്ങൊന്നും എത്തില്ല, സോങ്ങിലേക്കൊന്നും എത്തില്ല. ബട്ട് ഐ തിങ്ക് ലൈക്ക് മോഷൻ പോസ്റ്ററോ എന്തെങ്കിലും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം. സത്യം പറയാലോ, ഇതാണ് ഉള്ള കാര്യം. അല്ലാണ്ട് സിനിമ പിന്നെ വേറെ സംഭവം, ഞാൻ ഏതോ മറ്റേ ഗിന്നീസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ 60 ദിവസത്തിൽ സിനിമ പിടിച്ചിട്ട് റിലീസ് ചെയ്തിട്ട് ഭയങ്കര പമ്പറിറ്റ് അടിക്കണ പരിപാടിയൊന്നുമല്ല. നല്ലൊരു പടം ചെയ്യണം, എന്താണെങ്കിൽ ആ പടമാണ് മുഖ്യം. അല്ലാണ്ട് എത്ര സമയത്തിൽ ചെയ്തു എന്നുള്ളൊരു സംഭവമല്ല.